പ്രൈസ് ദി ലോർഡ്. 1 പത്രോസ് 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുവിൻ. അതേ പ്രിയരെ, ഈ വചനത്തിലൂടെ ഈ പ്രഭാതത്തിൽ സർവശക്തനായ ദൈവം നമ്മെ നോക്കി സംസാരിക്കുകയാണ്. നമ്മുടെ സകല ചിന്താകുലങ്ങളെയും അറിഞ്ഞ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം. ദൈവസന്നിധിയിലേക്കൊന്ന് ആ പ്രാർത്ഥനാ വിഷയങ്ങളെ ദൈവസന്നിധിയിലേക്കൊന്ന് വെക്കാമോ? കർത്താവ് ആ വിഷയങ്ങൾക്ക് നടുവിൽ പ്രവർത്തിക്കും. എന്റെ ജോലി എന്തായിത്തീരും, എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്തായിത്തീരും, അവരുടെ ഫീസിന്റെ വിഷയങ്ങളിൽ എങ്ങനെ ഇടപെടും, എങ്ങനെ പ്രവർത്തിക്കും, എങ്ങനെയായി തീരുമെന്നൊക്കെ വിവിധ തലത്തിലുള്ള ആകുല ചിന്തകൾ നിലനിൽപ്പിനെ പോലും ബാധിക്കത്തക്ക നിലകളിൽ ആകുല ചിന്തകൾ കയറി വരുമ്പോൾ ഈ പ്രഭാതത്തിൽ ഈ വചനത്തിലൂടെ കർത്താവ് പറയുക, ആ ചിന്തകളെ, ആ പ്രാർത്ഥനാ വിഷയങ്ങളെ, ആ ഭാരങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഇറക്കി വെക്കുക. കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുമടക്കുക. അവിടെ നമുക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ് ഹാഗറിന് വേണ്ടി, തന്റെ തലമുറയ്ക്ക് വേണ്ടി മരുഭൂമിയിൽ ഇറങ്ങി വന്നത്. ആ മരുഭൂമിയിൽ ആരും അവളെ സഹായിപ്പാനില്ല. അവളുടെ കണ്ണുനീര് കാണുവാനോ, അവളുടെ ആകുലതകൾ മനസ്സിലാക്കുവാനോ, അവളുടെ ഭാരങ്ങളെ അറിയുവാനോ, കുഞ്ഞിന്റെ നിലവിളി കേൾക്കാനോ ആരും, മനുഷ്യനായി പിറന്നവൻ ഉലകത്തിൽ ആരുമില്ലാതിരിക്കവേ സർവശക്തനായ ദൈവം അവളുടെ വിഷയത്തിൽ തക്ക സമയത്ത് ആകുലപ്പെട്ടുകൊണ്ടിരുന്ന, മനസ്സ് വ്യാകുലപ്പെട്ടുകൊണ്ടിരുന്ന, ഇനിയും കുഞ്ഞിന്റെ മരണം മാത്രമാണ് മുൻപിലെന്ന് മനസ്സിലാക്കി കാണണ്ടെന്ന് പറഞ്ഞ് ഒരു അൻപിൻപാട് ദൂരത്തിരുന്ന് അവൻ കരഞ്ഞവൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിച്ചുവെങ്കിൽ പുതിയ നീരുറവുകളെ തുറന്ന് അവൾക്കും അവളുടെ കുഞ്ഞിനും അത് ആശ്വാസമായി തീർന്നുവെങ്കിൽ, പ്രിയരെ, കർത്താവ് പറയാം, നീ ആയിരിക്കുന്ന സ്ഥാനത്തേക്ക്, നീ ആയിരിക്കുന്ന ഇടത്തേക്ക് ആകുല ചിന്തകൾക്ക് നടുവിൽ സർവശക്തനായ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുകയാണ്. അത്ഭുതത്തിന്റെ കരം ഇന്ന് പകൽ കർത്താവ് നിനക്ക് വേണ്ടി ചെയ്യുന്നു. വിശ്വസിച്ച് ദൂത് ഏറ്റെടുക്കുക. കർത്താവ് ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ.